നിങ്ങൾക്ക് എങ്ങനെ UK റിച്ച് ആവാം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അത്. മല്ലുമച്ചന്മാർ ഇന്ന് നമ്മൾ 30 ദിവസമായിരിക്കുകയാണ്. വെൽക്കം ടു ഡേ 30 ഓഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം ജേർണി. നമ്മൾ 9 to 5 ജോബ് എന്നുള്ളത് നമുക്ക് എന്തായാലും അവിടെ മാറ്റി വെക്കാം. അതുകൊണ്ട് നമുക്ക് സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നുള്ളത് നമുക്ക് എന്താണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബിസിനസ് എന്നുള്ളതാണ്. നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് ആണെന്നുണ്ടെങ്കിലും. നമ്മൾ പക്ഷേ സംസാരിക്കാൻ പോകുന്നതും ഫോക്കസ് ചെയ്യാൻ പോകുന്നതും പ്രോപ്പർട്ടി ആണ് കേട്ടോ. പ്രോപ്പർട്ടിയിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാം, നമുക്ക് റിച്ച് ആവാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്ററുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി സോഴ്സ് ചെയ്തിട്ട് അത് ഫൈൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റെൻറ്റ് ടു റെൻറ്റ് ഡീലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി സോഴ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2000 മുതൽ ഒരു 5000 pounds വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. ആ റെൻറ്റ് ടു റെൻറ്റ് ഇൻവെസ്റ്ററുടെ നമുക്ക് ആസ് എ ഡീൽ സോഴ്സിങ് ഫീ എന്നുള്ള ലെവലിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് പ്രോപ്പർട്ടി കൊണ്ടുള്ള ഒരു പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനും കാര്യങ്ങളൊക്കെ നമ്മളെ ഫോളോ ചെയ്യാം കേട്ടോ.